എനിക്ക് ഒന്നും വേണ്ട, എന്നെ ഇരിച്ചാലും കുഴപ്പം, എനിക്ക് എൻ്റെ ഭാര്യയും കോഴിക്കും കുഴപ്പമില്ല. എന്നാൽ എൻ്റെ സഭാജനത്തെ എൻ്റെ മുമ്പിൽ അതെനിക്ക് സഹിക്കാൻ വയ്യ. ഒരു മനുഷ്യനെ കൊല്ലാനായിട്ട് കൊടുവാൾവായിട്ട് വന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്നെ ദൈവം രക്ഷിച്ചു. ഒരു മനുഷ്യനെ ഓടിച്ചു കൊല്ലാനായിട്ട്. ഞാൻ മതിൽ ചാടി രക്ഷപ്പെട്ടു. ഞാൻ കേട്ടിട്ടുള്ളത് ആ സഭയും ആ പ്രസ്ഥാനവും എല്ലാം അച്ചായന്റെ സ്വന്തം പേരിൽ എഴുതിയെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ അച്ഛാ? എൻ്റെ കുഞ്ഞെ ആൾക്കാരെന്തെല്ലാമാ പറയുന്നത്. എൻ്റെ പൂർണ്ണ വിശ്വാസം, ആരെങ്കിലും ഒരാൾ വന്നാൽ ഈ 15 ലക്ഷം രൂപ കൊടുത്താൽ ഇനി ആരെയും ദയിപ്പിക്കണോ? ദയിപ്പിക്കേണ്ടി വരികയില്ല. ദയിപ്പിച്ചാലും കുഴിച്ചിട്ടാലും ആത്മാവ് സ്വർഗത്തിൽ പോയി ഞാൻ വിശ്വസിക്കുന്നതാണ്. എന്നാലും ഞാൻ പുതിയ തലമുറയോട് പറയുന്നു, രാഷ്ട്രീയം മാറ്റൂ. തീർച്ചയായിട്ടും രാഷ്ട്രീയം മാറ്റിയേ ഒക്കത്തുള്ളൂ. എന്നാൽ പെന്തക്കോസ്തിലെ സഭകളിൽ അതുണ്ടായ കുഞ്ഞെ എല്ലാ സഹിക്കും, ക്ഷമിക്കും, കേസുകൾ പിൻവലിക്കാൻ പറയണ്ട, തന്നെ പിൻവലിക്കുമല്ലോ. ഡിസംബറിനുള്ളിൽ ഇത് പ്രശ്നം പരിഹരിക്കപ്പെടും. വിശ്വാസമാണ് എൻ്റെ. 2-3 എൻ്റെ ഭാര്യയെ അങ്ങ് കരച്ചിലോട് കരച്ചില്ല. അവർക്കറിയാം അൾസർ പൊട്ടി മരിച്ചു പോകും എന്നറിയാം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ മുൻ ജനറൽ പ്രസിഡന്റ്, ആത്മീയ ലോകത്തെ പ്രാർത്ഥനാ മനുഷ്യൻ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ നോർത്ത് ഇന്ത്യയിലെ അപ്പോസ്തലൻ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ ഏറ്റവും വലിയ സഭകൾ നോർത്ത് ഇന്ത്യയിലുള്ള സഭയുടെ സഭാ ലീഡറായ പാസ്റ്റർ ജേക്കബ് ജോൺ ഇന്ന് ഗുഡ് ന്യൂസിനോടൊപ്പം സഞ്ചരിക്കുന്നു. ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ജേക്കബ് ജോണിന് സ്നേഹപൂർവ്വം സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. അച്ഛാ, കഴിഞ്ഞ 56 വർഷമായി സുവിശേഷ വേലയിൽ പ്രിയപ്പെട്ട പാസ്റ്റർ യാത്ര ചെയ്യുന്നു, കഠിനാധ്വാനം ചെയ്യുന്നു. ഇപ്പോൾ 50 വർഷമായിട്ട് പത്താൻകോട് കേന്ദ്രീകരിച്ച് സുവിശേഷ വേല ശക്തമായി നിലനിൽക്കുന്നു. എന്താണ് അച്ഛൻ്റെ പഴയകാല അനുഭവങ്ങളും ഓർമ്മകൾ, ഇവയൊക്കെ ഗുഡ് ന്യൂസിലെ പ്രിയപ്പെട്ടവരോട് ഒന്ന് പങ്കിടാമോ? 56 വർഷത്തിന് മുമ്പേ ഞാൻ കോലത്തുമലയുള്ള ഒരു കപ്പക്കാലയിൽ വെച്ച് ആത്മാവിൻ്റെ വിഷയം പ്രാപിച്ചു. എന്നോടൊത്തെ ബാവു ഇപ്പോൾ ഹൂസ്റ്റണിലുണ്ട്. അദ്ദേഹം ആത്മാവിഷയം പ്രാപിച്ചു. ആത്മാവിഷയം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ 3 മണിക്കൂറുള്ള അന്യഭാഷ പറഞ്ഞത്. കണ്ണു തുറന്ന് വലിയൊരു കൂട്ടി ചുറ്റും നിൽക്കുന്നതിന് മാതാപിതാക്കന്മാർ കരയുന്നു, സഹോദരന്മാർ കരയുന്നു. അത്രയ്ക്ക് കുസൃതിക്കാരനായിരുന്നു ഞാൻ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാഭിഷേകം പറഞ്ഞപ്പോൾ എൻ്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും വലിയ സന്തോഷം കൊണ്ട് ആനന്ദ കണ്ണുനീരാൽ നിറയപ്പെടുവാനിടയായി. അതിനുശേഷം ഞങ്ങളുടെ അനിതാൻ നടക്കുന്ന ഡെയിലി പ്രാർത്ഥന നടക്കുകയായിരുന്നു. പാസ്റ്റർ TC ജോർജും ശോശാമി ആൻറ്റിയായിരുന്നു സഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് ഇടയായത്. അപ്പോൾ അവർ എല്ലാ ദിവസവും ഈവനിങ് നമ്മുടെ ഹോളിൽ അനിതാൻ്റെ ഡിസിപ്ലിനിൽ ഹോളിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞാൻ അവിടെയൊക്കെ ഈ ബാവുമായിട്ട് ചെല്ലുവാനിട്ടിടി. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന യുവതിവക്കന്മാന്മാരിൽ എല്ലാ ആത്മാഭിഷേകം വരാനിടയായി. അതിനുശേഷം നമ്മുടെ സഭകൾ തോറും ഞാൻ ദൈവം എന്നെ അയച്ചു. നെല്ലിക്കമണിലേക്ക് ദൈവം അയച്ചു, മേൽപ്പാടത്തേക്ക് എന്നെ അയച്ചു. പോടത്തെല്ലാവരും യുവതിവക്കന്മാർ ആത്മാവിൻ്റെ അഭിഷേകം പലടിയായി. കേരളത്തിൽ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ. അതിനുശേഷം ദൈവം എന്നെ ബൈബിൾ കോളേജ് പഠിക്കുവാനായിട്ട് ദൈവം അവസരം തന്നു. അന്ന് സഭയ്ക്ക് ലീഡർഷിപ്പ് കൊടുക്കുന്ന പാസ്റ്റർ KE ബ്രാഹ്മണൻ, അദ്ദേഹം എനിക്ക് ഹെബ്രോൻ ബൈബിൾ കോളേജിലേക്ക് അഡ്മിഷൻ തരുവാനും അങ്ങനെ ഇന്നേക്ക് 56 വർഷത്തിന് മുമ്പേ ഹെബ്രോൻ ബൈബിൾ കോളേജിൽ പഠിക്കാനിടയായി. പാസ്റ്റർ TS അബ്രഹാമായിരുന്നു അന്നത്തെ ഞങ്ങളെ പ്രിൻസിപ്പാൾ. അന്നത്തെ അനുഭവങ്ങൾ വളരെ തോന്നായിരുന്നു. താഴെ കട്ടിലൊന്നുമില്ല, താഴെ ഒരു പയലായിരുന്നു കിടക്കുന്നത്. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ക്ലാസ്. അതിനുശേഷം പരസ്യം നടക്കുന്ന പരിപാടികളായിരുന്നു. അതിനുശേഷം ദൈവം എനിക്കൊരു അവസരം തന്നു സന്ദേശ ബൈബിൾ കോളേജിൽ. 1 വർഷത്തെ പഠനത്തിന് ശേഷം സന്ദേശ പോയി പഠിക്കാനിടയായി. ബാംഗ്ലൂരിലെ SABC ഏകദേശം അന്ന് അവിടെ ഞാൻ പേയിങ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എന്നാൽ തുറന്ന് 1 വർഷം പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പഠിക്കാൻ കഴിയാതെ വന്ന ബാക്കി പഠിക്കാൻ പറ്റാതെ ഡ്രോപ്പ് ഔട്ട് ആകാൻ കാരണം അതിന് എൻ്റെ ചേട്ടൻ ആയിരുന്നു സപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം വിവാഹിതനായി. പിന്നെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യാൻ സാമ്പത്തിക പ്രയാസം കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി. അതിനുശേഷം ദൈവം എനിക്കൊരു അവസരം തന്നു ഡൂൺ ബൈബിൾ കോളേജിൽ പോകാൻ. 2 വർഷം പഠിപ്പാൻ കർത്താവ് എന്നെ സഹായിച്ചു. അങ്ങനെ പഠിക്കുന്ന വേളയിലാണ് എൻ്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്റ്റർ PG വർഗീസുമായി ബന്ധപ്പെടാനിടയായി. അതിനുശേഷം ആ മീറ്റിങ്ങിലെ ക്യാപ്റ്റൻ ഷാമുലുമായി ബന്ധപ്പെടുവാൻ തുറന്നുള്ള 2 വർഷത്തെ സോഴ്സിന് ശേഷം ക്യാപ്റ്റൻ ഷാമിൻ്റെ ക്ഷണപ്രകാരം അങ്ങനെയാണ് ജമ്മു കാശ്മീരിൽ പോയത്. ജമ്മു കാശ്മീരിൽ പോയി പ്രവർത്തിച്ചു. അവിടെ ചെന്നു. അദ്ദേഹം എന്നെ പ്രാർത്ഥിച്ച് ഇവിടെയൊക്കെ അയച്ച് നമ്മുടെ പത്താംകോട്ട് കൈപ്പാനടിയെ പത്താംകോട് വരുമ്പോൾ അവിടെ സഭകൾ ഉണ്ടായിരുന്നോ? അതോ സഭകളൊന്നും ഇല്ലായിരുന്നു. അന്ന് ഒരു ആർമിക്കാരനായ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, ഒരു വർഗീസ് ദേവദാസനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു പ്രാർത്ഥന നടപ്പാൻ കുരുവിള എബ്രഹാമാണ് എന്നെ അക്കന്നൂരിൽ നിന്ന് അവിടേക്ക് കൊണ്ടുപോകാൻ. ഞാനുണ്ട്, പാസ്റ്റർ ജോൺ ഡാജനുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ അവിടെ ചെന്ന് 45 രൂപ ഉണ്ടായിരുന്നു വാടക. അതിന് താമസിച്ച്
ബാത്റൂം ഒന്നുമില്ല, വാഷ്റൂമോ ഒന്നുമില്ല. ക്രിസ്ത്യാനികളായ വരനായിട്ട് ചുരുക്കം പേരുണ്ടായിരുന്നു. ഒന്ന് CNA ചർച്ച് ഉണ്ടായിരുന്നു, രണ്ടാമത് കാത്തലിക് ചർച്ച് ഉണ്ടായിരുന്നു. കാത്തലിക് ചർച്ച് എത്ര ലോക്കൽ ആൾക്കാർ, CNA ചർച്ചിൽ ലോക്കൽ ആൾക്കാർ കുറച്ച് പേരുണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലങ്ങൾ അവരൊക്കെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിഷ്യം പ്രാപിച്ചു. പിന്നെ ഒരു കൂട്ടം നമ്മുടെ സഭയിലേക്ക് ആയിത്തീരാൻ കർത്താവ് സഹായിച്ചു. പഞ്ചാബില് ഇന്ന് ഉണർവിന്റെ പൂക്കാലമാണ്. ഇപ്പോൾ വലിയ ഉണർവ് നടക്കുകയാണ്. വന്നാല് ഇപ്പോൾ പണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യകാലങ്ങളിൽ വലിയ എതിർപ്പുകളുണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ എൻ്റെ ശുശ്രൂഷയുടെ ബന്ധത്തിൽ എന്നെ വളരെ ഒരു മനുഷ്യൻ എന്നെ കൊല്ലാനായിട്ട് കൊടുവാളുമായിട്ട് വന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്നെ ദൈവം രക്ഷിച്ചു. ഒരു മനുഷ്യനായിട്ട് ഓടിച്ചു കൊല്ലാനായിട്ട്. ഞാൻ മതിൽ ചാടി രക്ഷപ്പെട്ടു. വേറൊരു സന്ദർഭത്തിൽ ഞാൻ മീറ്റിങ്ങിന് ശേഷം ആഹാരത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മനുഷ്യൻ വന്ന ഗ്ലാസ് ചെക്കുന്ന വെള്ളമായിരുന്നു, അതെടുത്ത് എൻ്റെ തലക്കടിച്ച് അത് തെറിച്ച് ദൂരെ പോയി. എന്നെ അങ്ങനെ ദൈവം രക്ഷിച്ചു. ആ നാട്ടുകാരായിട്ട് ആൾക്കാരെ ആയിട്ടുള്ള അതിന് ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് മാധവപൂർ എന്ന സ്ഥലത്ത്. അവിടെയുള്ള ആൾക്കാർ അവിടെ കല്ലേറി തുടങ്ങി. ഇന്ന് അവിടെ ഞങ്ങൾ ഓടിപ്പോണ്ടി വന്ന് അവിടെ നല്ലൊരു സഭയുണ്ട് മാധവപൂർ. ഇന്ന് അവിടെ നമ്മുടെ സ്ഥലം വാങ്ങിച്ചപ്പോൾ ഹോൾ പണി തുടങ്ങിയിരിക്കും. പ്രശ്നങ്ങൾ എതിർപ്പുകൾ ഉണ്ടായ സ്ഥലങ്ങളല്ല ഇപ്പൊ എല്ലായിടത്തും. ആദ്യകാലം നമുക്ക് വേറെ ആദ്യം ക്യാപ്റ്റൻ ഷാമോനായിരുന്നു ഞങ്ങൾക്ക് നേതൃത്വം കൊടുത്ത്. അന്ന് വേറെ എണ്ണ മാത്രം അവിടെ ഞങ്ങളെ കൂടിയെങ്കിലും ഇന്ന് ധാരാളം സഭകൾ IPCക്ക് തന്നെ ഞങ്ങളുടെ നേതൃത്വത്തിലും പാസ്റ്റർ കെ കോശി അല്ലെങ്കിൽ വത്സരം പരാമന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് സഭകൾ പഞ്ചാബിൽ നമുക്കുണ്ട്. യെസ്, ഇപ്പോൾ അച്ചായന്റെ സഭയാണല്ലോ IPCയിലെ ഏറ്റവും വലിയ സഭകൾ. നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സഭ ആണെന്ന് ആൾക്കാർ പറയുന്നു. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് 5000 പേര് നിൽക്കുന്ന ഒരു ഹോൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2000 സിറ്റിംഗ് കപ്പാസിറ്റി കഴിഞ്ഞു. ഇനി ഒരു ഫ്ലോറിൽ കഴിയുമ്പോൾ അത് 5000 ആകും. ഞാൻ കേട്ടിട്ടുള്ളത് ആ സഭയും ആ പ്രസ്ഥാനവും എല്ലാം അച്ചായന്റെ സ്വന്തം പേരിൽ എഴുതിയെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ അച്ഛാ? എന്റെ കുഞ്ഞെ ആൾക്കാർ എന്തെല്ലാമാ പറയുന്നത്. അവിടെ വന്ന് ആ ഡോക്യുമെന്റ് നോക്കിയാൽ അത് എല്ലാം ഞാൻ IPCക്ക് കൊടുത്തു. ഇന്ത്യൻ ബെന്തോക്കോസ് ദൈവസഭയുടെ പേരിലാണ് പത്താൻകോട്ടിലുള്ള അച്ചായന്റെ സഭ. എല്ലാം അവിടെയുള്ള എന്തെല്ലാം സ്ഥാപനങ്ങൾ മുഴുക്ക IPCയുടെ പേര്. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്റെ പേരിലാക്കാമായിരുന്നു, എനിക്ക് എന്തെല്ലാം ചെയ്യാമായിരുന്നു. ഒന്നുമില്ല. അച്ചായൻ സ്വന്തമായി വീടോ എന്തെങ്കിലും അച്ചായന് സ്വന്തമായിട്ട് ഒന്നുമില്ല. എന്നാൽ കഴിഞ്ഞ വർഷം എന്റെ മോൻ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടി ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വാടക വീട് അവനെ വാങ്ങിച്ച് മോക്ക് കൊടുക്കാനുണ്ട്. അത് എവിടെയാ? പത്താംകോട്ട് തന്നെ, ഹോളിന് അടുക്കലാണ്. ഓക്കെ. ആ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടുണ്ട്. അവനെ ഞാൻ മേടിക്കത്തില്ലെന്നറിയാം, എൻ്റെ ഭാര്യയും മേടിക്കത്തില്ലെന്നറിയാം. അതുകൊണ്ട് അവൻ അമേരിക്കയില എൻ്റെ മോക്ക് അവൻ്റെ പെങ്ങൾക്ക് വേണ്ടി അത് വാങ്ങിച്ചു കൊടുക്കാൻ. ഇപ്പൊ അവിടെ താമസിക്കുന്നത്, വാടക കൊടുക്കണ്ട ഇപ്പം. ഓക്കെ, നല്ലൊരു സഭയായി, നല്ലൊരു കെട്ടുറപ്പായി, ഏറ്റവും വലിയ സഭയായി. അച്ഛന് യാത്ര ചെയ്യാൻ ക്ഷീണമുണ്ടോ പ്രയാസമുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നുന്നു. അല്ല എങ്കിൽ അച്ഛൻ എന്താ കേരളത്തിൽ താമസിക്കാതെ ഇപ്പോഴും അവിടെ താമസിക്കാനുള്ള കാരണം എന്നാ? ഞാൻ IPCയുടെ ജനറൽ പ്രസിഡന്റായി 2 വർഷം 6.25 വർഷമാണ് സേവനിച്ചത്. IPCയുടെ പൂക്കാലമായിരുന്നു അച്ഛാ. അന്ന് ഗോൾഡൻ ഇയർ ആയിരുന്നു. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുവാൻ സുവർണ്ണ കാലഘട്ടമായിരുന്നു. എന്തെല്ലാം കാര്യങ്ങള് അന്ന് ആഹാരം നമ്മുടെ പാസ്റ്റർമാർക്കും കുടുംബത്തിനും ഉണ്ടായിരുന്നു. അതായത് പിന്നെ ഇന്ത്യ ബെന്തോക്കോസ് ദൈവസഭയുടെ ജനറൽ കൺവെൻഷന് വരുന്ന എല്ലാവർക്കും വരുന്നവർക്കും പുറത്തുനിന്ന് വരുന്നവർക്കും എല്ലാം ആഹാരം കൊടുത്ത് രാവിലെ ഉച്ചയ്ക്ക് പോയിട്ട് എല്ലാം കൊടുക്കാൻ ഇടയായി. അതുകൊണ്ട് ഇനിയിപ്പം വരുന്നവർക്ക് എല്ലാവരും കൊടുത്തേ ഒക്കത്തുള്ളൂ. അങ്ങനെ ഒട്ടേറെ പ്രസംഗകരുണ്ടായി. എന്തെല്ലാം കാര്യങ്ങൾ. അതുകൂടാതെ 2 ഏക്കർ 65 സെന്റ് സ്ഥലമായി സ്വന്തമായിട്ട് IPCക്ക് സ്ഥലം മേടിച്ചു കൊടുത്തു. എല്ലാം IPC എന്റെ പേര് ഒന്നും മേടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റേജ് ഉണ്ടായി. ദൈവം നമുക്ക് അവസരം തന്നു. STP പ്ലാൻ ഉണ്ടായി. ഗ്രൗണ്ട് വളരെ ക്ലീൻ ആക്കി തീർക്കാനായി. കൂടാതെ എല്ലാ സ്റ്റേറ്റിലും നമ്മൾ ഓരോ സ്റ്റേറ്റ് പ്രസിഡന്റുമാരെ റീജിയൻ പ്രസിഡന്റുമാരെ ആക്കാനായി. നമ്മുടെ കാലത്താണ് സ്റ്റേറ്റിൽ വിവിധ സ്റ്റേറ്റുകളിൽ വേലയില്ലാത്തതെല്ലാം വേല ഉണ്ടാകും. ഓരോരുത്തരെ സ്റ്റേറ്റ് പ്രസിഡന്റായിട്ട് റീജിയൻ പ്രസിഡന്റായിട്ട് അപ്പോയിന്റ് ചെയ്തത് നമ്മുടെ കാലത്താണ്. ലോകമെമ്പാടും IPCയുടെ പ്രവർത്തനം വ്യാപിച്ച ഒരു കാലഘട്ടമായിരുന്നു. ഇതുപോലൊരു പ്രശ്നം നമ്മുടെ സഭ ഉണ്ടായിട്ടില്ല. ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, നമ്മുടെ സഭ പത്താംകോട്ടുള്ള സഭയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് പോകുമ്പോൾ തന്നെ അവിടെ ബാക്കി കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം ആയോ? അവിടുത്തെ കാര്യമില്ല. ഇപ്പൊ നമുക്ക് ഇനി 2500 പേർ കൂടി ഇരിക്കാൻ നമുക്ക് 5000 കസേര നമുക്ക് തന്നു. 5000 പേര് ഓരോ ആരാധനയ്ക്കും എല്ലാ ഞായറാഴ്ച എല്ലാ ആഴ്ചയിലും അങ്ങനെയില്ല. അങ്ങനെയല്ല. നമ്മുടെ ആരാധനയ്ക്ക് രാവിലെ 5:30 മുതലാണ് നമുക്ക് 7:30 വരെയാണ് ഹിന്ദി പഞ്ചാബി സർവീസ്. ഓക്കെ. ആ 7:30 മുതൽ 9 വരെ ഇംഗ്ലീഷ് സർവീസാണ്. പിന്നെ 9 മുതൽ 12 വരെയാണ് ഹിന്ദി സർവീസ്. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്.
ഓക്കെ. നല്ല 3 സർവീസ്. രാവിലെ 5:30 തുടങ്ങുന്നു. 5:30 തുടങ്ങുന്നത് 12-12:30 കഴിയാതെ തീരത്തില്ല. അവിടെ വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കും. ഭക്ഷണം മാസത്തിൽ ഒരിക്കൽ ഞങ്ങൾ കൊടുക്കും, ഫസ്റ്റ് വീക്കിൽ കൊടുക്കും. അന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം. എല്ലാ ആഴ്ച ഞങ്ങളിപ്പോൾ തിരുവനന്തപുരം ചെയ്യാറില്ല. ഈ 5000 പേര് പങ്കെടുക്കുന്നതിൽ മലയാളികൾ എത്ര പെർസെന്റേജ് ഉണ്ടാവും? മലയാളികൾ ഞാനും എന്റെ ഭാര്യ പാസ്റ്റർ അലക്സ് 12 പേരല്ല, വേറെ ആരുമില്ല. 10 പേരല്ല, മുഴുക്ക പഞ്ചാബികളാണ്. അവിടുത്തെ ശുശ്രൂഷകന്മാർ, IPC ശുശ്രൂഷകന്മാരെല്ലാം ഹിന്ദിക്കാരാണ്. എല്ലാ ഹിന്ദിക്കാരും പഞ്ചാബികളാണ്. ഇപ്പൊ സഭ നമുക്ക് ആയിരക്കണക്കിന് സഭകൾ, ഞാൻ പറഞ്ഞില്ലേ പാസ്റ്റർ വത്സല ബ്രാഹ്മണ നേതൃത്വത്തിൽ, ഞങ്ങളുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് സഭകൾ പഞ്ചാബിൽ തന്നെയുണ്ട്. കൂടാതെ ഹിമാചലിൽ വേറെ വ്യാപിച്ചു. ഇന്നും ഭയങ്കര എതിരാണ് ഹിമാചൽ, എങ്കിലും അവിടെ 100 കണക്കിന് സഭകൾ ഉണ്ടാകുവാൻ കർത്താവ് സഹായിച്ചു. അവിടെ അത് മാത്രമല്ല, എൻ്റെ ശിശുയുടെ കാലത്ത് ധാരാളം സ്ഥലങ്ങൾ മേടിച്ച് ഹോളിൽ പണിയാൻ അതെല്ലാം IPCക്ക് വേണ്ടി ചെയ്തു. എന്നാൽ ഈ ദീർഘവർഷങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് ഒന്നും നമ്മൾ അവിടെ ചെയ്തിട്ടില്ല. നാട്ടിൽ പോലും എനിക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ല. എന്നാൽ ഇവിടെ നാട്ടിലെ വസ്തു ഞാനത് കുമ്മനാട്ട് ദാനം ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ചെയ്ത പേര് ഒരു സ്നേഹിതനുണ്ട്, ഡോക്ടർ ജോൺ ബോറിസ് ഉണ്ട്, ഒക്കരമായിൽ. അദ്ദേഹം ആ സ്ഥലം വാങ്ങിച്ച് എൻ്റെ മോൻ്റെ പേരിൽ കൊടുക്കാനിടയിൽ അവിടെ ഒരു വീട് പണിതിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് അവിടെയാണ് താമസിക്കുന്നത്. ആ വീട് എവിടെയാ? ആഞ്ഞിലത്താരത്തെ പാസ്റ്റർ പോയി പോകാൻ വീടിന് അടുക്കലാണ് വീട്. ഇപ്പോഴുള്ള പത്താംകോട്ടുള്ള സഭയിലെ മറ്റുള്ള ആവശ്യങ്ങളൊക്കെ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരു താഴത്തെ ഫ്ലോറ് ഫെലോഷിപ്പുകൾ, അമേരിക്കർക്ക് അത് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കാനുള്ള സ്ഥലമാണ് ഫെലോഷിപ്പുകൾ. എന്നാൽ ആഹാരം ഇല്ലാത്ത നമുക്ക് കാർ പാർക്കും ചെയ്യാം. രണ്ടാമത് നമുക്ക് 2500 രൂപ ഇരിക്കുന്ന മെയിൻ ഹാളാണ് ഇപ്പോഴുള്ളത്. അത് ധാരാളം ആയിരക്കണക്കിന് ആത്മാക്കൾ, ഞാൻ നമ്പർ പറയത്തില്ല എത്ര ഉണ്ടെന്ന്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം മേളിലോട്ട് ഒരു നിലയോട് പണിയണം. അത് ഞങ്ങളെ ഒരു ഫ്ലോർ എന്ന് പറഞ്ഞാൽ 2 കോടി കൂടുതലാകും. അപ്പൊ 2 ഫ്ലോർ ഉണ്ട്. ഇപ്പൊ 3ാമത്തെ ഫ്ലോറ് 2 കോടി അല്ലെങ്കിൽ 2.5 കോടി മുടക്കാൻ എനിക്കില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ചിന്തിക്കുന്ന ഷീറ്റ് ഇട്ട് അത് സെയിൽ ചെയ്യാൻ, അത് 10-25 ലക്ഷം കൊണ്ട് നടക്കും. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് ഈ ദിവസം നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എത്രത്തോളം ദൈവം സഹായിച്ചു. പിന്നെ ഇതിനെ മധ്യത്തിൽ വലിയൊരു പ്രശ്നം ഞങ്ങൾക്കുണ്ടായി. ഈ പ്രാവശ്യം ഞങ്ങൾ ഗോൾഡൻ ജൂബിലി കൺവെൻഷൻ നടത്താനിടയായി. അത് മാർച്ച് അവസാനം. അപ്പോൾ പഞ്ചാബില് അച്ഛന്റെ വർക്ക് തുടങ്ങിയിട്ട്, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ വർക്ക് തുടങ്ങിയിട്ട് 50 വർഷമായി. എല്ലാ വർഷവും ഗോൾഡൻ ജൂബിലി കൺവെൻഷൻ നടത്താനിടയായി. എന്നാൽ കൺവെൻഷൻ നടക്കുന്ന ആ സന്ദർഭത്തിൽ ഇതുകൊണ്ട് നമ്മുടെ ഇറാന്, ഇസ്രായേൽ, അമേരിക്ക യുദ്ധം ഉണ്ടായി. നമ്മൾ ചിന്തിക്കാതെ ഇപ്പൊ കൺവെൻഷൻ മാറ്റിവെക്കാനുള്ള എല്ലാവരും എന്നെ നിർബന്ധിച്ചു. എന്നാൽ ദൈവത്തോട് ഞാൻ പറഞ്ഞതുകൊണ്ട് കൺവെൻഷൻ മാറ്റിവെക്കാതെ ആ കൺവെൻഷൻ നടത്തി. ഗ്യാസില്ല. എങ്ങനെ വരുന്ന കർത്തദാസന്മാർക്കും ഞങ്ങളുടെ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ TPM മോഡലാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഗ്യാസ് ഇല്ല. ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ എങ്ങനെയാണെന്ന് ചിന്തിച്ചപ്പോൾ നമ്മുടെ സഭക്കാർ തന്നെ പറഞ്ഞു, പാസ്റ്ററെ നമുക്ക് കുറച്ച് നാളത്തേക്ക് മാറ്റിവെക്കാൻ. ഞാൻ പറഞ്ഞു നമ്മൾ മാറ്റാനൊക്കത്തില്ല. നമ്മൾ അറിയിച്ചു നടക്കുന്നത്. എന്നാൽ ദൈവം അത്ഭുതം പ്രവചിച്ചു. പല പ്രിയപ്പെട്ടവർ കരം നീട്ടി. അതിന് ഫലമായി എനിക്ക് കടമില്ലാതെ ആ കൺവെൻഷൻ വിജയകരമായി തീരാനിടയായി. അപ്പോൾ അതിനോടനുബന്ധിച്ച് 27 പേര് സ്നാനപ്പെട്ടു. ഇത് സ്നാനപ്പെട്ട് ജനം മുമ്പോട്ട് വരാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഒരു കോമൺ സെമിറ്ററി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ കോമൺ സെമിറ്ററി ഉപയോഗിക്കാനാണ് തരുന്നില്ല. അതെനിക്ക് മനസ്സിലായില്ല. അച്ഛന്റെ സഭയുടെ ഭാഗമായിട്ട് സെമിത്തേരി ഉണ്ട്. നമ്മുടെ സെമിറ്ററി അല്ല, ഒരു കോമൺ സെമിറ്ററി ക്രിസ്ത്യാനികൾക്ക് എല്ലാത്തിനും കൂടെ ചേർന്ന ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ആൾക്കാർ കൂട്ടമായി ആൾക്കാർ വരുന്നത് കൊണ്ട്, രക്ഷിക്കപ്പെടുന്നതുകൊണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ പറയാം, നമുക്കിപ്പം ആ സ്ഥലം ലഭിക്കാതെ വന്നു. ഇപ്പൊ അതിന് അവസരമില്ല. അവസരമില്ല. നമുക്ക് സ്വന്തമായി സ്ഥലം വേണം. അങ്ങനെ വന്നപ്പോൾ ഞങ്ങളെ 2 പേരെ സഭയുടെ ഒരു മൂപ്പന 73 വയസ്സുള്ള ഹാർട്ട് അറ്റാക്ക് മരിച്ചു. അദ്ദേഹത്തെ നോക്കിയിട്ട് ഒരു രക്ഷയുമില്ല, തരുന്നില്ല. ഞാൻ പലരുടെ വാതിക്കൽ മുട്ടയിട്ട് കിട്ടിയില്ല. ഒടുവിൽ ഹൈന്ദവരെല്ലാം കൂടെ ചേർന്ന് അവരുടെ സെമിറ്ററി കൊണ്ട് അവരുടെ അദ്ദേഹത്തെ ദഹിപ്പിച്ചു. ഞാനത് കണ്ടുകൊണ്ട് കരയല്ല, അതെന്തോ ചെയ്യും. അപ്പം അദ്ദേഹത്തെ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ് എന്നെ ദഹിപ്പിക്കരുത്, എന്നെ അടക്കാവും. അത് എനിക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഒരു സോണെന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനാണ്, അവനും മരിച്ചു. അവനും ദഹിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ 2 പേരെ ദഹിപ്പിച്ച് കഴിയുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടുവാനായിട്ടിടയായി. നമുക്കറിയാമല്ലോ നമ്മുടെ സഹോദരന്മാരെ ഇങ്ങനെ ദഹിപ്പിക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ 75 വയസ്സായി. ഇപ്പം എനിക്കെന്തൊക്കെ സംഭവിച്ചാൽ എന്നെ അവിടെ ദഹിപ്പിക്കാല്ല, വേറെ മാർഗം ഇപ്പോഴില്ല. അച്ഛൻ കേരളത്തിലോട്ടപ്പോൾ വരുന്നില്ലേ? ഞാൻ അവിടെ പോയി പ്രവർത്തിച്ചതല്ലേ. എനിക്ക് കേരളത്തിൽ നിൽക്കാമായിരുന്നു. ഞാൻ പ്രസിഡന്റ് ആയ ശേഷം 2 പ്രാവശ്യം നിന്ന്, ഞാൻ പറഞ്ഞ 6.25 വർഷം നിന്നതാണ്. എൻ്റെ മാന്യമായ കാര്യങ്ങളിൽ നമുക്ക് ദൈവം ചെയ്തു. വേണമെങ്കിൽ
ഞാനത് എനിക്ക് കർത്താവ് കാഴ്ച തന്നു. അല്ല, അച്ഛൻ അവിടെ ഒരു സെമിത്തേരി വേണം, ഞാൻ അവിടെ മരിക്കാൻ ആഗ്രഹിക്കുന്നു പറയുമ്പോൾ പഞ്ചാബിൽ മരിക്കാനാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയാം, അതിന് നമ്മുടെ വില്യം ഖേറി അദ്ദേഹം എല്ലാം വിട്ടിട്ട് നമ്മുടെ കൽക്കട്ടയിൽ വന്നു. ഞാൻ അദ്ദേഹത്തിന്റെ സറാംപൂർ യൂണിവേഴ്സിറ്റി പോയി കണ്ടു. എന്നാൽ അതിനോട് ചേർന്ന് സെമിത്തേരി കണ്ടു. ഞാൻ പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മക്കളുടെയും തന്നോടുള്ള മിഷണറിമാരെല്ലാം അവിടെ മൺമറഞ്ഞു. കുറേ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവര് വന്നിട്ട് ഒരു വിദേശിയായ ഒരു മനുഷ്യൻ ഇവിടെ ഇന്ത്യക്ക് വന്ന് ഭാരത മണ്ണിൽ തന്നെ അടങ്ങാമെങ്കിൽ അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇപ്പൊ PM ശമ്മന് പോയിട്ട് അവിടെ അടക്കപ്പെട്ടു, വിജയവാഡായി അദ്ദേഹത്തിന്റെ കുടുംബമെല്ലാം. അതുപോലെ ഇവിടുന്ന് പോയ തോമസ് മാത്യു, ഇറ്റാസി കുര്യച്ചാൻ, അങ്ങനെ ഇവിടുന്ന് പോയ ധാരാളം ചാക്കോച്ചായന്, അങ്ങനെ ധാരാളം പോയി അതാത് സ്ഥാനങ്ങളിൽ അടക്കപ്പെട്ടു. അപ്പൊ എനിക്കിത് നിർബന്ധമില്ല. ഞാനിപ്പോ അവിടെ മരിക്കുന്നെങ്കിൽ അവിടെ എന്നെ അടക്കണം. അത് ഇവിടെ ആണെങ്കിൽ, വിദേശത്താണെങ്കിൽ ഇവിടെ അടയ്ക്കാൻ എന്നെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ എൻ്റെ ഹൃദയം ഇരിക്കുന്നത്, ഞാൻ പഞ്ചാബിൻ്റെ മണ്ണിൽ ജനിച്ച് അവിടെ നൂറുകണക്കിന് ആയിരക്കണക്കിനില്ല ബ്രാൻസഭകളിലും 10,000 ആത്മാക്കളുണ്ട്. അവരുടെ മധ്യത്തിൽ അവർ എന്നെ വിട്ടുതരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം മാസ്റ്റർ എനിക്കിപ്പോൾ 75 വയസ്സായി പോലെ ഇനിയും എന്നെ അവർ വിടുമെന്ന് തോന്നുന്നു. അവരുടെ ഒരു പിതാവായിട്ട് അവരെന്നെ കരുതുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ അവസാനിക്കുമെന്ന ചിന്ത ഇല്ല. ഞാൻ ഇവിടെ നാട്ടിൽ വരുമ്പോൾ ഇവിടെ കിടന്ന് മരിച്ച ഇവിടെ അടക്കട്ടെ, എനിക്ക് കുഴപ്പമില്ല. അല്ല, വിദേശത്ത് അവിടെ അടക്കട്ടെ, കുഴപ്പമില്ല. എന്നാൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഹൃദയം ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ എൻ്റെ പഞ്ചാബിൻ്റെ മണ്ണിൽ കർത്താവിന് വരെ താമസിച്ച് ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ ഭാര്യ അവിടെ മൺമറയാനാണ്. അവിടെ സഭയുടെ സെമിത്തേരി ഇനി പണിയണമെങ്കിൽ എല്ലാം കൂടെ എത്ര രൂപ? എൻ്റെ മോനെ, ഞങ്ങൾ ഇങ്ങനെ രണ്ടുപേരും ദഹിപ്പിച്ച് കഴിഞ്ഞപ്പോൾ വളരെ വേദനയുണ്ടായി. ഞങ്ങൾ കരഞ്ഞു. പെട്ടെന്ന് സഭക്കാരെ വിളിച്ചു. ഞങ്ങളുടെ സഭ ധാരാളം ഈ ഹോൾ മണി തന്നെ 4 കോടി കൂടി ചെലവാക്കി പല ദിവസത്തിൽ ഞങ്ങളെ സഹായിച്ചു. അപ്പം പെട്ടെന്ന് ഒരു കളക്ഷൻ ഉണ്ടാക്കാൻ വലിയൊരു വിഷമം. ഇപ്പം കൺവെൻഷൻ കഴിഞ്ഞ് അവരെല്ലാം വളരെ കൈത്താങ്ങൽ ചെയ്തു. എങ്കിലും ഞാൻ പെട്ടെന്ന് പറഞ്ഞു നമുക്കൊരു സെമിത്തേരി വേണം. അങ്ങനെ പെട്ടെന്ന് ഒരു 10 ലക്ഷം രൂപ കുമ്മരിച്ചപ്പോൾ എനിക്ക് തോന്നി പെട്ടെന്ന് നാട്ടിൽ വരണം. എൻ്റെ സ്നേഹിതന്മാരും ബന്ധുക്കളും ചാച്ചപ്പെട്ടു എന്നെ സ്നേഹിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. സഭാവ്യത്യാസം കൂടെ അവരുണ്ട്. ഇവിടെ വരണം. അങ്ങനെ വന്നു. 10 ലക്ഷം ഉണ്ടായപ്പോൾ ദൈവത്തിന് പോയി 25 ലക്ഷമായി. ഇനി എനിക്ക് വേണ്ടത് ഒരു 15 ലക്ഷം കൂടെ മതി. ഒരു 15 ലക്ഷം രൂപ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മേടിക്കാം. സ്വന്തമായി സെമിത്തേരി ഉണ്ടാകും. ഞാൻ ഞായറാഴ്ച രാത്രി ഞാൻ ചൊവ്വാഴ്ച അവിടെ ചെല്ലും. ചൊവ്വാഴ്ച ചെന്നാലുണ്ട് ബുധനാഴ്ച ആ രജിസ്ട്രേഷൻ നടക്കുന്നത്. അത് 15 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. എൻ്റെ വിശ്വാസം ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ അതിനുള്ള ക്രമീകരണം ദൈവം ഒരുത്തനോട് പറഞ്ഞാൽ മതിയല്ലോ, അത് ദൈവം തീരുമാനം. എൻ്റെ വിശ്വാസം കഴിഞ്ഞ കാലങ്ങളിൽ ഇതൊക്കെ ഞാൻ മുമ്പായിട്ട് കണ്ടത്. തീർച്ചയായിട്ടും ഈ അനുഭവങ്ങൾ അച്ഛൻ്റെ കേൾക്കുന്ന ആരെങ്കിലും അവിടുത്തെ സെമിത്തേരിക്ക് വേണ്ടിയിട്ട് അവിടുത്തെ സുവിശേഷ പ്രവർത്തനത്തിനും ഒരാൾ അച്ഛൻ പറഞ്ഞ പോലെ ചിന്തിച്ചാൽ മതി. എൻ്റെ മക്കളെ ഞാൻ പറയട്ടെ, ഞാൻ 10-ാം കോടി ഹോൾ പണിതുകൊണ്ടിരിക്കുന്ന വേളയിൽ നമ്മുടെ ഡൗൺ ഫ്ലോർ കഴിഞ്ഞു, ഫസ്റ്റ് ഫ്ലോർ പണിയാണ്. അപ്പം ഞാൻ പില്ലർ പണിതു. അപ്പം അതിന് നമ്മളോട് വാർക്കണം. എനിക്ക് പൈസയില്ല. അപ്പം അതിന് 45 ലക്ഷം രൂപയാണ്. 8 മാസം തട്ടടിച്ച് കിടക്കുക. തട്ടിൻ്റെ വാടക എടുക്കാൻ കൊടുക്കാൻ നിവൃത്തിയില്ല, ഒരു പൈസയില്ല. അങ്ങനെ ഉപസിച്ച് പ്രാർത്ഥിക്കുന്ന വേളയിൽ ദൈവം ഒരാൾ നമ്മുടെ ആഞ്ചൽ സഭയുള്ള ഒരു ദൈവദാസന് കുടുംബം അവിടെ വന്നു. എന്നോട് ചോദിച്ചു എന്താ ഇത് വാർക്കാത്ത? ഞാൻ പറഞ്ഞു പൈസയില്ല, ഇത് 45 ലക്ഷം. അതത്രയേ ഉള്ളൂ, അത് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം 45 ലക്ഷം രൂപ, എൻ്റെ കുഞ്ഞ് 1 ലക്ഷമോ 4 ലക്ഷമല്ല, അങ്ങനെ അദ്ദേഹം കൊടുത്ത്. അങ്ങനെയാണ് ദൈവം വാതിൽ തുറന്നു. അങ്ങനെ ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്തെങ്കിൽ എൻ്റെ പൂർണ്ണ വിശ്വാസം, ആരെങ്കിലും ഒരാൾ വന്നാൽ ഈ 15 ലക്ഷം രൂപ കൊടുത്താൽ ഇനി ആരെയും ദയിപ്പിക്കണോ? ദയിപ്പിക്കേണ്ടി വരികയില്ല. ദയിപ്പിച്ചാലും കുഴിച്ചിട്ടാലും ആത്മാവ് സ്വർഗത്തിൽ പോയി ഞാൻ വിശ്വസിക്കുന്നതാണ്. എന്നാലും ഒരു മാന്യമായിട്ടുള്ള ഭക്തന്മാരെ സ്ഥാപനാവസ്ഥയെ അവർ അടക്കിയില്ലേ, നമ്മൾ വായിക്കുന്നല്ല. അപ്പൊ അബ്രഹാം തന്റെ പ്രകാരമുള്ള ഒരടക്കം ഒരു നമ്മുടെ CPM-കാർ പറയുന്നില്ലേ, അടക്ക ശുശ്രൂഷ, ഒരു അടക്ക ശുശ്രൂഷ മാന്യതയുള്ള ചെയ്താൽ അത് നന്നായിരിക്കും. എനിക്ക് ഒന്നും വേണ്ട, എന്നെ ഇരിച്ചാലും കുഴപ്പം, എനിക്ക് എൻ്റെ ഭാര്യയും കോഴിക്കും കുഴപ്പമില്ല. എന്നാൽ എൻ്റെ സഭാജനത്തെ എൻ്റെ മുമ്പിൽ അതെനിക്ക് സഹിക്കാൻ വയ്യ. പെട്ടെന്ന് കേരളത്തിലോട്ട് ഇപ്പൊ വരാൻ കാരണം ഉള്ളിലൊരു ദുഃഖം. എനിക്ക് ദുഃഖമുണ്ടായി. എനിക്ക് അവിടെ പൈസ ഉണ്ടാകാൻ വൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നാട്ടിൽ ഒത്തിരി പേരുണ്ടല്ലോ, നാട്ടിൽ എത്രയോ പേർക്ക് വസ്തുക്കളുണ്ട്, ഈ പണമുണ്ട്, പണത്തിന്മേൽ പണമുണ്ട്. ഇവിടെ വന്നാൽ ആൾക്കാർ ഇപ്പൊ സഹായിച്ചു. എനിക്കിപ്പോ 25 ലക്ഷം കമ്മിയാണ്, 15 ലക്ഷത്തിൽ അതുണ്ടാകും.
ആരോടെങ്കിലും ദൈവം പറയും. പക്ഷെ കഴിഞ്ഞ ദിവസം അച്ഛൻ എന്നെ വിളിച്ചോ പറഞ്ഞാൽ കേരളത്തിൽ വരുന്ന മറ്റൊരു ദൗത്യം കൂടെയാണ്. ദൈവം എന്നോട് സംസാരിച്ചു. അതുകൂടെ ഞാൻ പറയാനാ, അങ്ങനെ ഈ കാര്യം നടക്കുമെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ആശാക്കോട്ടക്കാരെ പ്രാർത്ഥിക്കണം. രണ്ടാമത്, ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങളായി വളരെ ഇവിടുത്തെ പൊളിറ്റിക്സ് കാണാനാണ്. എൻ്റെ കാലത്തും പൊളിറ്റിക്സ് ഉണ്ടായി, ഞാൻ പറയുന്നില്ല പൊളിറ്റിക്സ് ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ പോളിറ്റിക്സ് കുറെ വേഴ്സ് ആയി തീരാനാണ്. ഇപ്പം തന്നെ നോക്കി 2 ഇലക്ഷൻ, സ്റ്റേറ്റിൻ്റെ ഇലക്ഷന്, അഡ്വ കമ്മിറ്റിയുടെ ഇലക്ഷന്, ഇത് ഒന്നിച്ച് പോകാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ എനിക്കറിയത്തില്ല ഇങ്ങനെ ഈ രീതിയിൽ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പൊളിറ്റിക്സ് കണ്ടപ്പോൾ പരിശുദ്ധാത്മാവ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ കംപ്ലീറ്റ് ഉപസിക്കുന്നത്. പ്രായം 75 എനിക്കിത് ശാരീരികമായ അസ്വസ്ഥതകളുണ്ട്. പകലും ഞാൻ ആഹാരം പിടിഞ്ഞ് രാത്രിയില്ല കഴിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം വലിയൊരു നിയമം തന്നു. മടക്കി വീട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ചെന്ന് ഇതിനൊരു പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകും. അങ്ങനെ ഞാൻ വന്ന് നമ്മുടെ IPCയിലുള്ള ഇവിടെയുള്ള കേരളത്തിലുള്ള ലീഡേഴ്സിനെ, പാസ്റ്റർ KC ജോൺ, പാസ്റ്റർ ബെഞ്ചമിൻ ചാന, നമ്മുടെ ഡിസ്ട്രിക്ട് പാസ്റ്റർ രാജും, KC ബാബു ചെറിയ, അങ്ങനെ തുടങ്ങുന്ന ധാരാളം നമ്മുടെ സെൻട്രൽ പാസ്റ്റർമാരിൽ കേരളത്തിൽ വന്നപ്പോൾ ഞാൻ ഇവരെല്ലാം കണ്ടു. ഞാൻ അവരോട് സംസാരിച്ചു, പാസ്റ്റർ സംസാരിച്ചു, ഇങ്ങനെയുള്ള എല്ലാവരുമായിട്ട് സംസാരിച്ചു. ഇവരുടെ അഭിപ്രായം എന്തോ IPC? ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ പല സഭകളിൽ പോയി. അവരെല്ലാം എന്നോടുകൂടി വന്ന്, അച്ചായ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടുപിടിച്ചിട്ടേ പോകാവൂ. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് 1-ാം തീയതി വരെ ഉണ്ട്. 1-ാം തീയതി അതിരാവിലെ ഞാൻ ഇവിടുന്ന് പോകും. അന്ന് മുമ്പ് പ്രശ്നം പരിഹരിക്കുന്നത് പാസ്റ്റർ വചനപ്രാം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് വേണമല്ലോ പ്രശ്നം പരിഹരിക്കാൻ. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പെങ്ങന്മാരെ കണ്ടു, 2 പേരെയും കണ്ടു, മോളിയും കുടുംബത്തെയും മേശയും കുടുംബത്തെ, അവരെല്ലാം സന്തോഷമാണ്. അവരെല്ലാം എനിക്ക് എൻ്റെ ഈ ദർശനത്തിന് വീണ്ടും ഒരു സുവർണകാലം തീർച്ചയായിട്ടും പറയും. ചിലർക്കൊക്കെ ഇതിനുണ്ട്. ഞാൻ വാസ്തവം പറഞ്ഞാലേ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ സഭയിൽ അനൗൺസ് ചെയ്തു, ഞങ്ങളുടെ സഭ 1000 കണക്ക് ആത്മാക്കളാണ്. ഞാൻ പറഞ്ഞു, അടുത്ത പ്രാവശ്യം നമ്മൾ 2-3 വർഷമായിട്ട് ഇപ്പം കുമ്മായിട്ട് പോകുന്നില്ല, നമുക്ക് പോകാനുള്ളത് താല്പര്യം. എന്നല്ലേ ഇവിടുത്തെ പൊളിറ്റിക്സ് മാതിരി ഞാൻ കൊണ്ടുവരുന്നില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഈ കൺവെൻഷനിലേക്ക് പോകണം. അടുത്ത പ്രാവശ്യം നടക്കാൻ പോകുന്ന 103-ാമത്തെ കൺവെൻഷൻ, അത് ഞാൻ കർത്താവിനെ വെച്ചാൽ ഞങ്ങളുടെ സഭയിൽ തന്നെ 1000 സഭയിലുള്ളവരും പാസ്റ്റർമാരെല്ലാം കൂടി കുറഞ്ഞ 1000 പേരെങ്കിലും വരാനുള്ള പ്ലാനാണ്. വണ്ടയ്ക്കുള്ള കാര്യം വിശ്വാസികൾ അവരുടെ കാര്യം നടത്തുന്നത് എൻ്റെ വിശ്വാസം. പിന്നെ പാസ്റ്റർമാർക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി. പഞ്ചാബിൽ നിന്നും അടുത്ത പ്രാവശ്യം 1000-ഓളം, ഏറ്റവും 1000-ൽ പരം ആൾക്കാർ വരും. അത് മാത്രമല്ല, ഞാനിത് അനൗൺസ് ചെയ്ത് ഇത് മീഡിയയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മുടെ വിദേശത്തുള്ള പാസ്റ്റർമാർ വരാതിരുന്നവരെല്ലാം എന്നെ വിളിച്ചോണ്ടിരിക്കുക. ഞങ്ങളും പാസ്റ്റർ K ജോയി വരെ, ഞാൻ വാക്കുകളോട് വരുന്നില്ല. നമ്മുടെ ഓരോ സ്റ്റേറ്റിലെ റീജിയൻ, നമ്മുടെ വിവിധ റീജിയൻ ഉണ്ട്, അവരെല്ലാരും പറഞ്ഞു ഞങ്ങൾ വരുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ IPCയിലെ ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നാലാണോ ഇവരെല്ലാം 1000-ഓളം തീരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു? എന്നാൽ തീർന്നില്ലെങ്കിൽ ഞാൻ വരും. അത് ദൈവത്തെ സന്നിധിക്കുന്ന തീരുമാനമാണ്. എന്റെ അഭിപ്രായത്തിൽ തീർന്നാലും തീർന്നില്ലെങ്കിലും നമ്മുടെ IPCയിലുള്ള കത്തദാസന്മാർ ഇന്ത്യക്ക് പുറത്തു പോയി, ഇന്ത്യക്കകത്തുള്ളവരും ധാരാളം പേര് വരും. കഴിഞ്ഞ കാലങ്ങളുണ്ടായ പണ്ടത്തെ പോലും നല്ല കാലം വരും. അച്ഛൻ പണ്ടത്തെ പോലെ നല്ല കാലം എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ പെന്തക്കോസ്ത് സഭകളിൽ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമെങ്കിലും പറയാമോ? വേണ്ടായിരുന്ന മോനെ പൊളിറ്റിക്സ്, സഭാരാഷ്ട്രീയം, ഇത് കാണുമ്പോൾ വേദന തോന്നി. ഇപ്പൊ തന്നെ 2 ഇലക്ഷൻ അല്ലേ കേരള സ്റ്റേറ്റിൽ തന്നെ 2 ഇലക്ഷൻ. ഇതൊന്നാക്കാൻ കഴിയാവുന്ന കാര്യമേ ഉള്ളൂ. അതിനെ ഇപ്പോഴത്തുള്ള നേതൃത്വം 2 കൂടെ ഒന്നിരുന്ന് സംസാരിച്ച് മാറ്റി ഒന്നിച്ചിരുന്ന് ഒരു ഇലക്ഷൻ നടത്തിയല്ല. ആര് ജയിക്കട്ടെ, ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഇന്നാൾ ജയിക്കണമെന്ന്. ആരെങ്കിലും ദൈവം കൊണ്ട് അവർ ജയിക്കട്ടെ, സഭയെ നയിക്കട്ടെ, അവരോട് കൂടെ ഇരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് ഒരു പക്ഷത്തിന് സൈഡ് നിൽക്കാൻ പാടില്ല. അതാണ് പണ്ടത്തെ പോലും നല്ല കാലം. ഞങ്ങളുടെ കാലത്ത് ഇലക്ഷൻ ഉണ്ടായിരുന്നു. ഞാനും നിന്ന് പാർശ്വഭാഷനെ പ്രാന്ത് വളരെ ജയിച്ചു. അത് എല്ലാ കാലത്തും ഉണ്ടായി. അച്ഛൻ പുതിയ തലമുറയോട് പറയുന്നു, രാഷ്ട്രീയം മാറ്റൂ. തീർച്ചയായിട്ടും രാഷ്ട്രീയം മാറ്റിയേ ഒക്കത്തുള്ളൂ. എന്നാൽ പെന്തക്കോസ്തിലെ സഭകളിൽ വേണ്ടതായ 2-3 കാര്യങ്ങൾ പറയാവോ? നമ്മുടെ സഭയിൽ ഞാൻ പറഞ്ഞു, ഉപസിച്ച് ഉപവാസവും പ്രാർത്ഥനയും, പണ്ടത്തെ പോലെയുള്ള കാത്തിരിപ്പ് യോഗം. നിങ്ങൾക്കറിയാമോ, ഞാൻ പണ്ട് ഇവിടെ വരുന്ന കാലത്ത് കാത്തിരിപ്പ് നടത്തുമായിരുന്നു. കുമ്മനാട്ടെ എനിക്ക് കാത്തിരിപ്പ് നടത്തും. പാസ്റ്റർ TS അബ്രഹാമിന്റെ കാലം മുതൽ ഞാൻ നടത്തിക്കൊണ്ടിരുന്നു. അച്ഛാ, എന്റെ ചെറുപ്രായത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് അച്ഛന് പ്രാർത്ഥിക്കാൻ വേണ്ടി ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നതും ആത്മാവിൽ ആരാധിക്കുന്നു. എന്റെ മോനെ, ഞങ്ങള് 5 മണിക്ക് തുടങ്ങുന്ന 4 പ്രാർത്ഥന തുടങ്ങുകയാണ്. കുമ്മനാട് കൺവെൻഷന്റെ ഒരു കാലത്തെ പ്രത്യേകതയായിരുന്നു അച്ഛന്റെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥന. അയ്യോ, എത്ര വരുന്നവരെല്ലാം അഭിഷേകം പ്രാപിക്കുകയാണ്. പ്രാർത്ഥന നടത്തി 6 മണിയാകുമ്പോൾ തീരണം. അയ്യോ, പിന്നെയും ജനം ഇരിക്കുക, അഭിഷേകം പ്രാപിക്കും, പിന്നെയും ഇരിക്കുക, അഭിഷേകം പ്രാപിക്കും. അങ്ങനെ പിരിയാൻ നിങ്ങൾ കണ്ടില്ലേ? അയ്യോ, ആത്മാവിലുള്ള ആരാധന. അതിനു മുമ്പേ ഉപവാസ പ്രാർത്ഥന നടത്തും.
40 ദിവസത്തെ ആരാധന സിൻസിയറായിട്ട് ഒരു പേരിന് വേണ്ടിയല്ല, സിൻസിയർ ഉപവാസ പ്രാർത്ഥന നടത്താനായിട്ട്. ആ പ്രാർത്ഥന മുഖാന്തരം കുമ്മനാട് കൺവെൻഷന്റെ ദിവസങ്ങളിൽ നിങ്ങൾ എപ്പോഴും നോക്കേ, എന്തോ ഒരു ഉണർവേ. പ്രാർത്ഥന ആരാധനയിൽ നിർത്തുവാൻ കഴിയാതെ രാവിലെ 4-5 മണി വരെ കുമ്മനാട് കൺവെൻഷൻ ശനിയാഴ്ച വരെ നീണ്ടുപോയിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ ഞങ്ങളുടെ ആൾക്കാരും ഞങ്ങളുടെ സഭക്കാരെല്ലാം പറയുന്നത് ഈ പ്രാവശ്യം പോയി കുമ്മനാട് കൺവെൻഷന്റെ അന്യഭാഷ ആത്മാവിൽ ആരാധിക്കണം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കണമെന്ന് പറഞ്ഞു വരുന്ന ചെറുപ്പക്കാരുണ്ടായി. എന്റെ കുഞ്ഞെ, ഞാൻ നിങ്ങളോട് പറയാം, ആ കാലങ്ങളിൽ അഭിഷേകം പ്രാപിക്കത്ര എല്ലാവരും അഭിഷേകം പ്രാപിക്കുമായിരുന്നു. ഇപ്പൊ അഭിഷേകമില്ല. ഞാൻ പറഞ്ഞ പണ്ടത്തെ പോലെ ഒരു അഭിഷേകമില്ല. അതിനുവേണ്ടി കൊഞ്ചുകയാണ്. അപ്പോൾ സഭകളൊന്ന് മടങ്ങി വരണം, ഒരു മടങ്ങി വരവ് ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം എന്നാ വെച്ചാൽ, ഒന്ന് അച്ഛൻ പറഞ്ഞത് കാത്തിരിപ്പ് യോഗങ്ങൾ, കാത്തിരിപ്പ് യോഗം വലിയ ഉണർവ് ഉണ്ടാകും. നമ്മുടെ സഭകളിൽ ഇപ്പൊ കാത്തിരിപ്പ് യോഗം ഇല്ല, കാത്തിരിപ്പ് യോഗമില്ല, ബൈബിൾ ക്ലാസ് ഇല്ല. നമ്മുടെ ഞാനിക്ക് ഓർമ്മയുടെ പാസ്റ്റർ ടീച്ചും അച്ഛനൊക്കെ വന്ന് 1 മാസമൊക്കെ അഞ്ഞെടുത്താത്ത സഭയ്ക്ക് ബൈബിൾ ക്ലാസ് എടുക്കാൻ. അങ്ങനെ വിശ്വാസികൾ നല്ല ഉറപ്പുള്ളവരായി തീരാൻ നമ്മുടെ എല്ലാ സഭകളിലും പണ്ടത്തെ പോലെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബൈബിൾ സ്റ്റഡി വേണം, കാത്തിരിപ്പ് യോഗം വേണം. അതിനുവേണ്ടി സഭാ നേതൃത്വം ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള അധ്യാപകരെ സെറ്റാക്കി വെക്കണം. തീർച്ചയായിട്ടും. അതുപോലെ ഈ നമുക്ക് ബൈബിൾ ക്ലാസ് ആവശ്യമാണ്, കാത്തിരിപ്പ് യോഗം ആവശ്യമാണ്. കൃപകളും കുവാവരങ്ങളാൽ നിറയപ്പെട്ട് പണ്ടത്തെ പോലും നല്ല കാലം വരണം. അതുണ്ടായ എല്ലാം സഹിക്കും, ക്ഷമിക്കും. കേസുകൾ പിൻവലിക്കാൻ പറയണ്ട, തന്നെ പിൻവലിക്കുമല്ലോ. ആരാ പിൻവലിക്കാത്ത? തീർച്ചയായിട്ടും ഒരു ആത്മതപനം ഉണ്ടായാൽ തീർച്ചയായിട്ടും വേണ്ടെന്നുള്ളതെല്ലാം വേണ്ടാന്ന് വെക്കും. തീർച്ചയായിട്ടും നമ്മൾ ആരെയും നിർബന്ധിക്കാൻ നിങ്ങൾ കേസ് പിൻവലിക്കണമെന്ന് പറയണ്ട. ദൈവാത്മാവ് ഇടപെട്ട് കഴിയുമ്പോൾ കേസ് പിൻവലിക്കും. ഞാനിപ്പോൾ ഈ കാര്യത്തിന് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പലർക്കും എന്നോട് എതിരുണ്ട്, എന്നോട് അനുഭവമുള്ളവർ എതിരുണ്ട്. എന്നോട് പറഞ്ഞു, അച്ഛൻ എന്തിനാ ഇപ്പം എങ്ങനെ പറഞ്ഞു ഞങ്ങൾ കുമ്മനാട്ട് വരുമ്പോന്ന് പ്രശ്നം തീർക്കാതെ കേസ് തീരാതെ. ഞാൻ പറയും, കേസ് തീരാതിരിക്കുന്ന അത് ദൈവത്തിന്റെ പരിപാടിയാണ്. ഞാൻ പറഞ്ഞൊരു ഇലക്ഷന് വേണ്ടി ആര് ജയിക്കണം ഞാൻ പ്രാർത്ഥിക്കാറില്ല. ജയിച്ചാലോ തോറ്റ എന്നെ വല്ലതും പറയുന്നില്ല. അതുപോലെ തീർച്ചയായും നല്ലൊരു കാര്യത്തിന് വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ IPC സഭകളിലെല്ലാം ഞായറാഴ്ചയും വെള്ളിയാഴ്ചയെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നോട് യോഗം കഴിയുമ്പോൾ എൻ്റെ അച്ഛാ ഇതുപോലെ അച്ഛാ ഈ കാര്യത്തിൽ മുമ്പോട്ട് വരണം, ഭാഷ വത്സനാപരമായി സംസാരിക്കും. ഞാൻ പൂർണ്ണ വിശ്വസിക്കുന്നു. വത്സനാപരം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് തീർക്കാമായിരുന്നു. അദ്ദേഹം കൂടെ വന്നു കഴിയുമ്പോൾ ഇത് പ്രശ്നങ്ങൾ തീർക്കാവുന്ന കാര്യം. ഞാനിപ്പോൾ പോയ ഇനി സെപ്റ്റംബർ കഴിയാൻ എനിക്ക് വരാനൊക്കത്തില്ല. ഞാൻ അവിടെ കംപ്ലീറ്റ് എൻഗേജ് തുടർന്നുള്ള മിനിസ്റ്ററി എൻഗേജിലായിരിക്കും. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിലുള്ള ഏക ആഗ്രഹം, ഞാനുള്ള സെൻട്രൽ ഭാഷമാരോട് സംസാരിച്ചപ്പോൾ, കൗൺസിൽ മെമ്പേഴ്സിനോട് സംസാരിച്ചപ്പോൾ അവർക്കെല്ലാം പണ്ടത്തെ പോലും നല്ല കാലം ഉണ്ടാകാൻ വളരെ ആഗ്രഹിക്കുന്നു. നമ്മളെ തഴഞ്ഞവരെ അവരെ മടക്കി കൊണ്ടുവരാൻ നമുക്ക് കഴിയും. നല്ലൊരു കാലം വരും മോനെ. IPC ഒരു ഗ്ലോറിയസ് ടൈം വരും. IPCക്ക് ഒരു സുവർണകാലം വീണ്ടും തീർച്ചയായിട്ടും വരും. തീർച്ചയായിട്ടും. കഴിഞ്ഞ 56 വർഷമായി, ഏകദേശം 1/2 നൂറ്റാണ്ട് കഴിഞ്ഞു, 1/2 നൂറ്റാണ്ടിലേറെയായി. അച്ഛനെ ഏറ്റവും പ്രയാസപ്പെടുത്തിയ, വേദനിപ്പിച്ച ഏതെങ്കിലും അനുഭവങ്ങൾ, മറക്കാനാവാത്ത അനുഭവങ്ങൾ? എന്റെ ജീവിതത്തിൽ നമ്മുടെ സഭാ പ്രവർത്തനങ്ങളൊക്കെ രാഷ്ട്രീയങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ വേദനയുണ്ട്. ആ രാഷ്ട്രീയം അങ്ങനെ ഇത്ര നേരം നമ്മൾ പറഞ്ഞില്ല, അത് മാറിക്കില്ല. അല്ലാതെ അച്ഛനെ പേഴ്സണലായിട്ട് അച്ഛൻ്റെ ജീവിതത്തെ പ്രയാസപ്പെടുത്തിയ, നൊമ്പരപ്പെടുത്തിയ, മറക്കാനാവാത്ത, അതിലൂടെ ദൈവത്തിന്റെ പ്രവർത്തനം കണ്ട എന്തെങ്കിലും ഒരു അനുഭവം പറയാം? മോനെ, എന്റെ ജീവിതത്തിൽ ഞാൻ വലിയ കണ്ണുനീരിന്റെ അനുഭവത്തിൽ കൂടെ പോയിട്ടുണ്ട്. ഒന്നുമില്ലാത്തവനായ ശുശ്രൂഷയും ഞാൻ പറയാം, ഒന്നുമില്ലാത്തവനായി കൂടുതൽ ഇങ്ങനെ പാർക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ഹിമാചൽ യാത്ര കണക്ക് ആ കാലങ്ങളിൽ ദൈവം 100 കണക്കിന് സഭകളെ എഴുന്നേൽപ്പിച്ചു. നമ്മുടെ കൗൺസിൽ മെമ്പേഴ്സ്, ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല, അവരെല്ലാം എനിക്ക് വേണ്ടി വാദിച്ച് എന്നെ ഹിമാചൽ സ്റ്റേറ്റിന്റെ ചുമതല നമ്മുടെ ഇൻക്ലൂഡിങ് പത്താംകോട്ട് ഏരിയ ഉള്ള പഞ്ചാബിലുള്ള പത്താംകോട്ടിനെ സഭകളോട് ഇൻക്ലൂഡിങ് ഹിമാചൽ മാത്രമാണ്. അതോടെ കൗൺസിൽ തീരുമാനമെടുത്ത് എന്നെ ചുമതല എടുത്തി. അങ്ങനെ 130 കൂടെ സഭകള് ഹെഡായിട്ട് ഹിമാചൽ സ്റ്റേറ്റിന്റെ പ്രസിഡന്റായി ഞാൻ സേവനം ചെയ്യും. ഇന്ത്യൻ ബന്ധക്കോസ് ദേവസഭയുടെ ഹിമാചൽ പ്രദേശിന്റെ ആ റീജിയന്റെ പ്രസിഡന്റ് ആകാൻ ആ കാലങ്ങളിൽ ദൈവം എന്നെ സഹായിച്ചു. ആ കാലങ്ങളിൽ എന്നെ ദൈവം സഹായിച്ചു. അങ്ങനെ ഇരിക്കുന്ന വേള ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഇവിടെ ഇലക്ഷൻ വന്നപ്പോൾ എല്ലാവർക്കും നിൽക്കേണ്ടതൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വലിയൊരു ദൈവം തന്നു. എന്നെ ദൈവം പ്രസിഡന്റ് ആക്കാൻ വന്നു. എന്നോട് ധാന്യ പ്രവചനത്തിൽ കൂടെ ദൈവം ഇടപെട്ടു. ദൂതുണ്ടായിരുന്നു ഇന്ത്യൻ ബന്ധക്കോസ് ദൈവസഭയുടെ ജനറൽ പ്രസിഡന്റ്. എത്ര പേര് ദൂത് പറഞ്ഞറിയാം. ക്യാപ്റ്റൻ ശാമുവൽ ദൂത് പറഞ്ഞു, അല്ലാതെ പ്രവാചകന്മാര് പറഞ്ഞു, എത്ര പ്രവാചകന്മാർ ദൈവജ്ഞത്തിൽ കൂടെ എന്നോട് ദൈവം ഇടപെട്ടു. ഞാൻ IPC മുൻനിരയിൽ എന്നെ കൊണ്ടുവരും, ഞാൻ നയിക്കി വന്നു. അപ്പോൾ പ്രകാരമാണ് ഇന്ത്യൻ ബന്ധക്കോസ് ദൈവസഭയുടെ പ്രസിഡന്റ്. ആത്മാവിന്റെ നിയോഗപ്രകാരം, അല്ലാതെ വളഞ്ഞ വഴി വന്നതല്ല. ഒന്നുമല്ല. എനിക്ക് കൊടുക്കാൻ ഇതുണ്ടല്ലോ, അതിനെന്ന് പറയുന്നത് ഫീസ് കൊടുക്കണമല്ലോ, നമ്മൾ 10,000 രൂപ കിട്ടി, അതുപോലുമില്ലായിരുന്നു. ആ കാലത്ത് നമ്മുടെ സഹോദരന്മാരെ
നമ്മുടെ MEP ഇരിപ്പുണ്ടല്ലോ, നമ്മുടെ MEP അറിയാം. പാസ്റ്ററിന്റെ മകൻ, വർഗീസിന്റെ മകൻ. പിന്നെ KK ജോർജ്, ഇവരെല്ലാം എന്നെ ഒത്തിരി സഹായിച്ചു. അതുപോലെ സഹായിച്ച് പലരുണ്ട്. ഒരു വണ്ടിക്കൂലി പോലും എനിക്ക് ആരെയും അറിയത്തില്ല. 23 ആൾക്കാർ അഭിഷേകം പ്രാപിക്കും. അതല്ലാതെ ഇപ്പോൾ അച്ഛന് ഒരു ദൂതായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയിലെ ഈ പ്രശ്നങ്ങൾ മാറി ഒരു നല്ല രീതിയിലുള്ള ഒരു അനുഭവം വരട്ടെ എന്റെ വിശ്വാസം ഞാൻ പറയാം. വിശ്വാസമാണ് ഞാൻ പറയുന്നത്. ഡിസംബറിനുള്ളിൽ ഇത് പ്രശ്നം പരിഹരിക്കപ്പെടും. വിശ്വാസമാണ് എൻ്റെ. എന്നാൽ ഇത് കാണാൻ വലിയ കൊഞ്ചിയാണ്. ഞാൻ കൊഞ്ചിയാണ്. എന്നാൽ പരിഹരിച്ചില്ലെങ്കിലും പശസജി ഞാനിവിടെ വരും. ഞാൻ ആയിരക്കണക്കിന് ആൾക്കാരുമായിട്ട് വരും. എനിക്ക് എനിക്ക് അവസരം വേണ്ട, എനിക്ക് സ്റ്റേജ് വേണ്ട, എനിക്ക് പ്രസംഗം വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് ആ പണ്ടത്തെ കാലത്തെ അനുഭവം കാണാം. അത് മാത്രമേ ഉള്ളൂ. ഒന്നും വേണ്ട. ഇനി എന്താ കാണാനാ? ഞാൻ ഓൾറെഡി IPC പ്രസിഡന്റായിട്ട് 6.5 വർഷം ഇരുന്നു. അതൊന്നും ഇപ്പോൾ ഒരു ആഗ്രഹവുമില്ല. ഞാനിപ്പോ സഭായാജ് വലിയ സഭയുടെ അധ്യക്ഷനായിരുന്നു. ഇപ്പൊ സഭായാജ് മറ്റുള്ളവരെ ഹാൻഡ് ഓവർ ചെയ്ത് അതിനർത്ഥം പൂർണ്ണമായി വിട്ടെന്നല്ല. മനസ്സിലായി. ഞാൻ രക്ഷാധികാരിയായി നിന്ന് പ്രവർത്തിക്കുകയാണ്. ആ സഭ ആൾക്കാരിനോട് പറഞ്ഞ അച്ഛനെ വിട്ടുപോകരുത്. അപ്പൊ ഞാൻ പുറകെ നിന്നാണ് പ്രവർത്തിക്കുന്നത്. പല കാര്യങ്ങളും ചെയ്യാൻ ഇനിയുമുണ്ട്. പഞ്ചാബ് മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും നമ്മുടെ ലോകത്തെ 7 ഭൂഖണ്ഡ അതിശക്തമായ വേല IPCക്കാർ മുഖാന്തരം നടക്കണം. IPC മാത്രമല്ല, എല്ലാ പെന്തക്കോസ്തുകാരുമായി അതിശക്തമായ ഒരു വേല നടക്കും. എനിക്ക് പൂർണ്ണ വിശ്വാസം. ഓക്കെ. അച്ഛന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസംഗ വിഷയം ഏതാണ്? എന്റെ ഏറ്റവും തമ്മിൽ സ്നേഹിക്കുക. തമ്മിൽ സ്നേഹിക്കുക. ഏറ്റവും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എന്നല്ല, പെന്തക്കോസ്തിലെ അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസംഗകരാരൊക്കെയാണ്? നമ്മുടെ പ്രസംഗകരായിട്ട് ഭാഷ KC നല്ല അതിശക്തമായ ദൈവവിശ്വാസം. KC ജോൺ പാസ്റ്റർ. ഭാഷ KC ജോൺ അതിശക്തമായിട്ട്. ഒരു കാലത്ത് ഭാഷ വചനം അബ്രഹാം പ്രസംഗിച്ചപ്പോൾ കുമ്മനാട്ട് പറഞ്ഞ ആത്മീയ വ്യാപാരം ഞാൻ കാണാനിടയി. അദ്ദേഹം പ്രസംഗിച്ച അവസാനം ജനം നൃത്തം ചെയ്യാണ് രാവിലെ. അതുപോലെ ഭാഷ വചനം അബ്രഹാം ഉപയോഗിക്കപ്പെട്ടു. ഈ പഴയകാല പ്രസംഗന്മാരല്ലേ ഭാഷ KE അബ്രഹാമിന്റെ പ്രസംഗം ഞാൻ കേട്ട് പൊട്ടിക്കാൻ. ഭാഷ PM ആരുണ്ട് നോർത്ത് ഇന്ത്യയിലെ വേലയ്ക്ക് വന്നു. ഞാൻ കൊച്ചുബാലനാണ്, 5 വയസ്സ് മാത്രമാണ്. കുട്ടി കയറിട്ട് കുമ്മനാട്ട് കൺവെൻഷൻ ശനിയാഴ്ച ഞാൻ ഓടിക്കടങ്ങിയത്. വേച്ച ആരുമില്ലായി. അദ്ദേഹം എനിക്ക് കൈവച്ചു. ഭാഷ KE അബ്രഹാമിന്റെ ഭാഷ ദാനിയേൽ, ഭാഷ TG ഉമ്മൻ, അനേക 100 കണക്ക് PM എല്ലാവരും ഉണ്ട് കൈവച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥന. ബൈബിൾ സ്റ്റഡിയിൽ അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിത്വം ആരാണ്? ബൈബിൾ സ്റ്റഡിയിൽ ഭാഷ ദാനിയേൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. അദ്ദേഹം ഇവിടെ വന്ന് സഭയിൽ നല്ലോണം ബൈബിൾ സ്റ്റഡി, അതുപോലെ ഭാഷ TG ഉമ്മച്ചൻ അതിശക്തമായ ബൈബിൾ സ്റ്റഡി ഞങ്ങളുടെ സഭയ്ക്കൊക്കെ തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള TG ഉമ്മനപ്പച്ചനെ പോലുള്ളവർ ഇന്ന് ഇല്ലാത്തതല്ലേ ഈ കാലഘട്ടത്തിന്റെ മറ്റൊരു പ്രയാസവും അച്ഛന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. ദൈവം അപ്പോസ്തലന്മാര്, ഉപദേശകന്മാരെ ഒക്കെ ദൈവം പ്രവാചകന്മാരൊക്കെ ആക്കിയിട്ടുണ്ട്. സത്യത്തിൽ നമുക്ക് നല്ല പ്രസംഗകരുണ്ട്, നല്ല പ്രവാചകരുണ്ട്, നല്ല ബൈബിൾ അധ്യാപകരുണ്ട്, നല്ല യുവാക്കളുണ്ട്. പക്ഷെ ഈ സഭയെ നല്ല രീതിയിൽ നയിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ലീഡർഷിപ്പിന്റെ അഭാവം അച്ഛന് പ്രകടമാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും കഴിവുള്ളവർക്ക് അവസരം കൊടുക്കണം. എൻ്റെ കാലത്ത് ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ ഈ 2 ജനുവരി ഞാൻ കഴിവുള്ള സകല മനുഷ്യർക്കും ഞാൻ അവസരം കൊടുക്കും. അച്ഛൻ എനിക്ക് നന്നായിട്ട് അതറിയാം. ഓർക്കുന്നുണ്ടോ? ബി മോനിച്ചൻ പുറകെ കിടക്കാൻ അദ്ദേഹത്തിന് ഞാൻ അവസരം കൊടുത്തു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒട്ടേറെ പ്രസംഗകരെ IPC ജനറൽ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ അച്ഛന്റെ കാലഘട്ടത്തിലാണ്. രാജു വാനിക്കാട് അദ്ദേഹത്തെ ആരും അറിയത്തില്ല. അദ്ദേഹത്തിന് ഞാൻ അവസരം കൊടുത്തു. അത്ര അത് വിവരം എത്ര പേർക്ക് അവസരം കൊടുത്തു. പിൽക്കാലങ്ങളിൽ അവരെല്ലാം എത്ര അവസരങ്ങൾ ദൈവം കൊടുപ്പാൻ എത്ര വാർത്തെടുക്കാനിടയായി. നമ്മുടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന തന്നെ 500-ൽ പരം കത്തദാസന്മാർ കൺവെൻഷനോടനുബന്ധിച്ച് പ്രസംഗിച്ചു. അതുകൂടാതെ നമ്മുടെ ഈ IPCക്ക് മാത്രമല്ല, അച്ചച്ചക്കോട്, അസംബ്ലീസ് കോട്ട്, ഷാരോന്, സ്വതന്ത്ര സഭകൾ, എന്തെല്ലാം സഭകൾ അവരോട് എല്ലാം കോപ്പറേറ്റ് അവർക്കെല്ലാം ഞാൻ കുമ്മനാട്ട് നല്ല ഓർമ്മയുണ്ട്. എല്ലാ ലീഡേഴ്സിനെ അച്ഛൻ അവിടെ വിളിച്ചുകൂട്ടി IPCക്കാർക്ക് വേണ്ടിയല്ല ഒരു പൊതു കൺവെൻഷൻ. അതിനോടനുബന്ധിച്ചാണ് നമ്മൾ ഉപവാസ പ്രാർത്ഥനകൾ കേരളത്തിൽ ഇന്ത്യയിലെല്ലാം പോയി നടത്താനിടയായി. ഇനി ചില പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ പാടുന്ന പാട്ടുകൾ ഏതെങ്കിലും 1-2? അഴലേറും ജീവിതം ആ പാട്ട് തന്നെ വളരെ എന്നെ സന്തോഷിപ്പിക്കാറുണ്ട്. പിന്നെ എന്നെ ഈ ലോകമാം ഗംഭീര യാത്രയും ഭാരതി ആ പാട്ട് തന്നെ. പിന്നെ നമ്മുടെ അന്നമ്മ മാമന്റെ ഒരു പാട്ടുണ്ടല്ലോ, പണ്ടത്തെ ആ പാട്ട് എന്നെ വളരെ സന്തോഷിപ്പിക്കാറുണ്ട്. ആ പാട്ടുകളൊക്കെ ഞാൻ പാടി. പിന്നെ എനിക്കൊരു പാട്ടുണ്ട്, യാത്ര ചെയ്യും ക്രൂശെ നോക്കി, ആ പാട്ട്. അത് കൂടാതെ ഉണ്ട് നമ്മുടെ നവൽ സാഹിബിന്റെ നമ്മുടെ ഒരു പാട്ട് പാടുമ്പോൾ സമയമാരഥത്തിൽ ഭാരങ്ങൾ കൂടുന്ന ഒന്നും വേണ്ട യാത്രയിൽ. അതുകൊണ്ടാണ് എൻ്റെ ഭാരങ്ങൾ, എൻ്റെ വസ്തുവകൾ പോലും ഞാൻ സമർപ്പിച്ചിട്ട് ഭാരങ്ങൾ കുറച്ച് യാത്ര ചെയ്യുവാനിടയായി. സമയമാം രഥത്തിൽ എന്നുള്ള പാട്ടാണ് ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷിപ്പിച്ചത്. ഞാൻ കരഞ്ഞ്
മണിക്കൂറുകൾ എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട്, എൻ്റെ കുഞ്ഞാ നിനക്ക് മരണപ്പാട്ടല്ല. ഞാൻ പറഞ്ഞു മരണപ്പാട്ടല്ല, ഭാരങ്ങൾ കൂടുതൽ ഒന്നും വേണ്ട, യാത്ര ചെയ്യും. എൻ്റെ ഭാരം കുറച്ച് ഞാൻ യാത്ര ചെയ്യുകയാണ്. ജീവിച്ചിരിക്കുമ്പോൾ മരണപ്പാട്ട് പാടുന്നതാണ് ഒരു ഭക്തന്റെ ലക്ഷണം. അതാണ് എന്നെ വളരെ അത് സന്തോഷിപ്പിക്കാനിടയായി. അത് ഇന്നും ഞാൻ പാടിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ എപ്പോഴാ വെളുപ്പിന് എഴുന്നേക്കുന്നത്? വെളുപ്പിന് ഞാൻ നേരത്തെ കിടക്കും, ഒരു 12-1 മണിക്ക് മുന്നേ എഴുന്നേക്കും, പിന്നെ ഉറക്കം വരിക. നേരത്തെ കിടക്കും എന്ന് പറഞ്ഞാൽ 8 മണിക്കേ കിടക്കും? ഒരു 8, ഇപ്പൊ യോഗമൊന്നും ഇല്ലെങ്കിൽ 8:30-9 മണിക്ക് മുമ്പേ കിടക്കും. സാധാരണ നിലയിൽ 8:30 ആകുമ്പോൾ കിടക്കും, രാത്രി ഒരു 12-1 മണിയാകുമ്പോൾ എഴുന്നേക്കും, പിന്നെ ഉറക്കം വരിക. പിന്നെ പിന്നെ ധ്യാനിക്കും, പ്രാർത്ഥിക്കും, ഓരോ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഭക്തന്മാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ഞാനൊരു 4 കൊല്ലത്തിന് മുമ്പ് ആ കോവിഡിന്റെ ആ കാലഘട്ടത്തിൽ ഞാനും ഗുഡ് ന്യൂസിലെ ബോവസും ആശിഷ് മാത്യു ഒക്കെ ഞങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്നപ്പോൾ അച്ഛൻ എന്നെ കുടിലിൽ അച്ഛൻ പ്രാർത്ഥിക്കുന്ന ഒരു കുടിൽ കാണിച്ചു. ആ കുടിൽ ഇപ്പോഴും ഉണ്ട്? ഇപ്പോഴും ആ കുടിലുണ്ട്. ഞാൻ പറയട്ടെ, ആ കോവിഡ് കാലത്ത് എല്ലാ പള്ളികളും, എല്ലാ മന്ദിരങ്ങളും, എല്ലാ ഗുരുദ്വാരകളും, എല്ലാ മസ്ജിദുകളും അടഞ്ഞു കിടന്നപ്പോൾ നമ്മൾ ആ കുടിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. ആ കോവിഡ് കാലത്ത് 325 പേരാ സ്നാനപ്പെട്ടത്. കോവിഡ് കാലത്ത് ആ പ്രാർത്ഥന 1.5-2 വർഷത്തിനുള്ളിൽ 325 പേരാ അങ്ങോട്ട് സ്നാനപ്പെട്ടു. ആ കുടിലിൽ ഇപ്പോഴും പ്രാർത്ഥന. ഇപ്പോഴും നിങ്ങൾ ചെന്നാൽ രാവിലെ 5 മണി തുടങ്ങുന്ന പ്രാർത്ഥന വൈകിട്ട് വരെ ഉണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു ടീം നമുക്കുണ്ടാവും. 2-3 മണിക്കൂർ ജനം പ്രാർത്ഥിക്കുകയാണ്. പഞ്ചാബിന്റെ ഉണർവിനെ കുറിച്ച് വളരെ പ്രസിദ്ധമാണ്. തീർച്ചയായും അച്ചായന്റെ മുട്ടുമടക്കിയുള്ള ആ പ്രാർത്ഥന പഞ്ചാബിനെ ഉണർത്തിയെന്ന്. പണ്ടത്തെ പോലെ മുട്ടുമടക്കാൻ ഇപ്പൊ ഞാൻ കസരയിൽ കാലിന് ഗ്യാപ്പുണ്ട്. അതുകൊണ്ട് ഇരുന്നാ പ്രാർത്ഥിക്കുന്നെങ്കിലും ഞാൻ പ്രാർത്ഥിക്കും. വിഷമമുണ്ട്, മുട്ടി മരിക്കാൻ വയ്യാത്തത് കൊണ്ട്. എന്നാല് ഞാൻ നടന്ന് പ്രാർത്ഥിക്കും. അച്ഛന് ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ വെച്ചാ? ഭക്ഷണം നോർമലായിട്ട് എന്ത് തന്നാലും കഴിക്കും. നോർത്ത് ഇന്ത്യൻ ഭക്ഷണമാണോ മലയാളം ഭക്ഷണമാണോ? അല്ല, ഏത് ഭക്ഷണം. ഇവിടെ വന്നപ്പോൾ ഞാൻ ചോറാണ് കഴിക്കാറുണ്ട്. അവിടെ ആണെങ്കിൽ റൊട്ടിയാണ് കഴിക്കുന്നത്. എനിക്ക് ഇറച്ചിയൊന്നും വേണമെന്നില്ല. ഞാൻ ഇറച്ചിയോട് അത്ര താല്പര്യം എനിക്കില്ല. അച്ഛൻ്റെ വൈഫ് അമ്മാമ്മയെ കുറിച്ച് എന്ത് പറയുന്നത്? അവളെ മേപ്ര സ്വദേശിയാണ്. അവിടെ മർത്തവമായ കുടുംബത്തിൽ നിന്ന്. അവൾക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ജോലി ഇരിക്കുന്ന വേളയിലാണ് അമ്മാമ്മയ്ക്ക് ഗവൺമെന്റ് ജോലി ഉള്ളപ്പോഴാണ് അച്ഛൻ വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ദൈവം എന്നോട് പറയുമ്പോൾ നീ ജോലിയാണ്. അത് എന്നോട് സമ്മതിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ 40 ദിവസം ഞാൻ ഉപസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥിക്കാൻ കാരണം എനിക്ക് അൾസർ രോഗമായിരുന്നു. അപ്പോൾ ഒരു നേരം എനിക്ക് എനിക്ക് ആഹാരം കഴിക്കാതിരിക്കത്തില്ല, ചായ കുടിക്കാതിരിക്കാൻ, പുളി എരി ഒന്നും ഉപയോഗിക്കാനൊക്കത്തില്ല. അപ്പോൾ ഞാനിവിടെ വന്ന് നമ്മുടെ തിരുവല്ല മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടർ വർഗീസ് ഉണ്ട്. പുള്ളിയെ കൊണ്ട് ചെക്കപ്പ് ചെയ്ത് എന്നോട് പറഞ്ഞ അൾസർ കുരുക്കളാണ്, അത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ അല്ലെങ്കിൽ അത് കൊണ്ട് വലിയ ഡേഞ്ചറാണ്, ലൈഫ് ഡേഞ്ചറാന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്, എൻ്റെ കൃപ നിനക്ക് മതി. ആത്മാവിനെ ഗാഡി ഇത് മടക്കി പോകാൻ പറഞ്ഞു. ഏത് സമയത്ത് എത്രത്തെ വയസ്സ്? 1991 നടന്ന കാര്യമാണ്. അച്ഛന് പിന്നെ കല്യാണം കഴിച്ച ശേഷമാണ് എനിക്ക് എന്നോട് പറയാം, ഇത് കേൾക്കണം ഒരു ദൈവം കുറച്ച്. അങ്ങനെ ഞാൻ കുടിയിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു നിയമം ഉണ്ടായി. അപ്പൊ എനിക്ക് എൻ്റെ സഭയുടെ ശുശ്രൂഷ അവിടാണല്ലോ. അപ്പൊ നിയമം ഉണ്ടായി. ഞാൻ പത്താംകോട്ട് പോയി. പത്താംകോട്ട് ഹോളിൻ്റെ അവിടെ മണ്ടയ്ക്ക് ഒരു ബാത്റൂമുണ്ട്. അതിൻ്റെ ബാത്റൂമല്ല, ഒരു റൂമുണ്ട്. അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ ഞാൻ വിചാരിച്ചു രാവിലെ നിന്ന് പ്രാർത്ഥിക്കുക. ഉപസിക്കാൻ നല്ലതിന് ഉപസിക്കാനൊക്കെ അൾസർ രോഗിയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു. ആദ്യത്തെ ദിവസം കഴിച്ചില്ല, 2 3 എൻ്റെ ഭാര്യനങ്ങ് കരച്ചില്ല. അവൾക്കറിയാം അൾസർ പൊട്ടി മരിച്ചു പോകും എന്നറിയാം. അങ്ങനെ ഞാൻ ഇന്ന് പ്രാർത്ഥിച്ച് രാജുപോക്കാലെ അതിൻ്റെ അവസാന ദിവസങ്ങൾ വന്നു. ശുശ്രൂഷയുടെ ബന്ധത്തിലാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ആ ബാങ്കിലെ ജോലിയല്ല അവിടെ വെച്ച് അദ്ദേഹം മാത്രം എത്ര യുവതിവക്കന്മാർ അവിടെ സമർപ്പിക്കാനിടയെ. ഈ ആത്മനിയോഗത്തോട് ഇവിടെ വന്ന് ഞങ്ങൾ കേരളത്തിൽ വന്ന് ഈ രാജുവിൻ്റെ ഒരു മരുന്ന് പോലും കഴിക്കാതെ എന്നെ അത്ഭുതകരമായി ദൈവം ആ 40 ദിവസം സൗഖ്യമാക്കുക മാത്രമല്ല, അതോടുകൂടി എന്നെ ശുശ്രൂഷയ്ക്ക് വ്യത്യാസമുണ്ട്. അൾസർ എന്നുള്ള രോഗം, ആ രോഗം ഇന്നുമില്ല, ഒന്നുമില്ല, എന്നെ പൂർണ്ണ സൗഖ്യമുള്ളവനെ. ജീവിതത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നാണ്. ഒരു അത്ഭുതത്തിന്റെ അത്ഭുതമാണ്. ഒരു മരുന്നും കഴിക്കാതെ ഇന്നും ദൈവനെ നടത്തി. എൻ്റെ കൃപ നിനക്ക് മതി. അങ്ങനെ ഞാൻ സൗഖ്യമുള്ളവനായി തന്നു. ആ പ്രാർത്ഥനയിലാണ് 100 കണക്കിന് കർത്താസന്മാരെ, ആ ക്യാപ്റ്റൻ ശമ്പൂലൊക്കെ ഉണ്ട് ആ പ്രാർത്ഥനയിൽ. എത്രയോ കേക്കോശിയുണ്ട് ആ പ്രാർത്ഥനയിൽ. ഉത്തരവിലുള്ള അനേകരുണ്ട്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. എനിക്ക് ദൈവം തന്ന നിയോഗമാണ്. പാസ്റ്റർ വത്സൽ എബ്രഹാമിനെ പഞ്ചാബിൽ അദ്ദേഹം വന്ന് ഇവിടെ ശിക്ഷിക്കുന്നുണ്ടായിരുന്നു, കേശകോശികളുണ്ട്. എന്നാൽ അദ്ദേഹത്തെ ഇവിടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആക്കാൻ എനിക്ക് ഭൗതികമായുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അദ്ദേഹം വന്നു, അദ്ദേഹത്തെ കഴിവൊക്കെ ചെയ്തു. പഞ്ചാബ് സ്റ്റേറ്റായി, ഞാൻ ഹിമാചൽ സ്റ്റേറ്റിൻ്റെ അതിലേക്ക് വന്നു. അതിനോട് ബന്ധത്തിൽ ലാസ്റ്റിൽ ദൈവം എനിക്ക് നിയോഗം തന്ന പ്രകാരം ഞാൻ ജനറൽ പ്രസിഡന്റ് ആകാൻ. അച്ഛൻ്റെ മക്കളുടെ കാര്യം കൂടെ ഒന്ന് പറയാമോ? എനിക്ക് മക്കൾ 2 പേരാണ് ദൈവം തന്നത്. ഷൈനി, അവളെ
കർത്താവിൻ്റെ പേര് അവിടെ പഠിച്ചിട്ട് ജോലിയുള്ള ബന്ധം പോകണമെന്നുള്ളായിരുന്നു. എന്നാൽ കർത്താവ് അവർക്ക് ദൈവം ഞാൻ പഠിക്കാൻ അവസരം തന്നു. പഠിച്ച ശേഷം അവിടെ വിവാഹം കഴിച്ചു. അവർ ഭൂട്ടാനിൽ, അവരുടെ ഹസ്ബൻഡിൻ്റെ പേര് ബോബി മാത്യു എന്നാണ്, ഭൂട്ടാനിൽ ഇപ്പോൾ ശുശ്രൂഷയിലായിരിക്കും. പാസ്റ്റർ ബോബി മാത്യുവിന്റെ നേതൃത്വത്തിൽ അവിടെ ശക്തമായ ശക്തമായിട്ട് ഈ ദിവസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ 120 പേര് അവിടെ സ്നാനപ്പെട്ടു. വലിയ സഭകൾ, 100 കണക്കിന് സഭകളുണ്ട്. പാസ്റ്റർ അലക്സ് പട്ടിക്കലാണ് ഇവിടുത്തെ സ്റ്റേറ്റ് റീജിയൻ പ്രസിഡന്റ്. അദ്ദേഹമാണ് ചെയ്തത്. അദ്ദേഹം അതിനുള്ള കൈത്താങ്ങം ചെയ്യുന്നു. മോളും അവർക്കോടും അവരോടുകൂടെ 100 കണക്കിന് കത്തദാസന്മാർ ഭൂട്ടാനുണ്ട്. എന്നാൽ ഞാനിപ്പോൾ പ്രായമൊക്കെ ആയതുകൊണ്ട് എൻ്റെ ശുശ്രൂഷയിൽ നോക്കുവാനായിട്ട് അവരിപ്പോൾ വന്നിട്ടുണ്ട്. 10-ാം കൂട്ടം വന്നിട്ടുണ്ട്. അവിടെയും നോക്കുന്നുണ്ട്, ഇവിടെയും നോക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ശുശ്രൂഷയിൽ അവർ ഞങ്ങളെ സഹായിക്കുന്നു. പിന്നെ മോനെ അവർ വിദ്യാഭ്യാസം, അവൻ MBA കഴിഞ്ഞു. വിദ്യാഭ്യാസത്തിന് ശേഷം അവന് ദൈവം ഒരു അവസരം കൊടുത്തു. അവനെ വിവാഹം കഴിച്ച് അവൻ്റെ ഭാര്യ ഫിലിപ്പായിലായിരുന്നു. ഫിനിഷ മോൻ്റെ മോളായിരുന്നു. രണ്ടാമത്തെ മോൾ കല്യാണം കഴിച്ച് അവരിപ്പോൾ അമേരിക്ക ഫിലിപ്പായിലാണ്. കിട്ടുന്ന പണം മുഴുവൻ കർത്താവിന് വേണ്ടി കൊടുക്കുന്നു. അവർക്ക് 4 ആൺപിള്ളാരാണ്. ഫിലിപ്പായി കിട്ടുന്ന മുഴുക്കം 10-ാം കോട്ട ഹോളിൽ അവിടെ വിലയുള്ള ബന്ധത്തിൽ ഒത്തിരി അവൻ പ്രവർത്തി. അദ്ദേഹം മാത്രമല്ല, ഒത്തിരി പേരെ എന്നെ സഹായിപ്പാനിടയിൽ. എനിക്കതിൽ ഒരാളാണ് NB വർഗീസിന് മറക്കാൻ കഴിയത്തില്ല. 100 കണക്കിനുള്ള കത്തദാസന്മാർ, 1000കണക്കിന് ഉള്ളവരെ സഹകരണം മാത്രമാണ് ഈ വേല വളർന്നു വരികയാണ്. ആത്മീയലോകത്തെ പ്രാർത്ഥനാ മനുഷ്യനായ പാസ്റ്റർ ജേക്കബ് ജോണിനെ ദൈവം വീണ്ടും അനുഗ്രഹിക്കട്ടെ. ഒട്ടേറെ അനുഭവങ്ങൾ വീണ്ടും ഗുഡ് ന്യൂസുമായിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും അച്ചാൻ്റെ പേഴ്സണലായിട്ടുള്ള അത്ഭുതങ്ങൾ, അച്ചാൻ്റെ അനുഭവങ്ങൾ ഇവയൊക്കെ പങ്കിടണമെന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അതിന് ദൈവം വഴിയൊരുക്കട്ടെ. ഈ പുതിയ യാത്രയിൽ സഭയുടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, സെമിത്തേരിയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ IPC സഭയുടെ ആ ഒത്തൊരുമയുള്ള പഴയ കാലഘട്ടം വീണ്ടും വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ് ന്യൂസുമായി ഈ സമയം ഇത്ര നേരം പങ്കിട്ടതിന് ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞങ്ങളുടെ സഭയുടെ നേതൃത്വം കൊടുക്കുന്നത്, ഞങ്ങളുടെ സ്റ്റേറ്റ് നേതൃത്വം ടൈറ്റസ് സീപ്പനാണ്. അദ്ദേഹം ലീഡർഷിപ്പ് വളരെ അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്രകാരം ഒരു അവസരം ഗുഡ് ന്യൂസ് ഉള്ള സജീവ് ഹാദട്ടും അതുപോലെ ബോസും ഒരിക്കലും ഞാൻ വളരെ നന്ദിയുള്ളതാണ്. ഗുഡ് ന്യൂസിൻ്റെ പ്രവർത്തനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ വാച്ച് ചെയ്യുന്നവർ മുഖാന്തരം നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും പഞ്ചാബിലേക്ക് വരാം. സെപ്റ്റംബർ മാസം ഇപ്പോൾ ഭയങ്കര ചൂടാണ്. ഞാനിപ്പോൾ നിങ്ങളെ ക്ഷണിക്കുന്നില്ല. സെപ്റ്റംബർ അവസാനമോ ഒക്ടോബറിൽ മാസം വന്നാൽ നല്ല ക്ലൈമറ്റ് ആയിരിക്കും. നിങ്ങളെ എല്ലാവരും അവിടെ ക്ഷണിക്കുന്നു. ഒരാഴ്ചത്തേക്ക് വന്നാൽ ഞാൻ പഞ്ചാബിലെ 100 കണക്കിന് സഭകളാണ് അവിടെ കൊണ്ട് കാണിക്കുകയും ഞങ്ങളോട് ഗുഡ് ന്യൂസിലൂടെ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒരു പുതിയ യാത്ര ചിന്തിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരാഴ്ചത്തേക്ക് പഞ്ചാബിലോട്ട് എല്ലാ ടൂർ പ്ലാൻ ചെയ്യാൻ തീർച്ചയായിട്ടും ഇടയാവുമെന്ന് വിശ്വസിക്കുന്നു. അച്ചാന്റെ സ്ഥലം എല്ലാവരും വന്ന് കാണട്ടെ. അത് മാത്രമല്ല ഗുഡ് ന്യൂസ് ഒത്തിരി പ്രവർത്തനം അവിടെ ചെയ്തു. ചാരിറ്റി പ്രവർത്തനം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ആ ഗുഡ് ന്യൂസ് ഉള്ള എല്ലാ പ്രവർത്തകരെയും, ശ്രീ മാത്യു സാറേ അതുപോലുള്ള ബാക്കിയുള്ള എല്ലാ പ്രവർത്തകരെയും ഞങ്ങൾ വളരെ ഹൃദയംഗമായി നന്ദിയോടെ ഓർക്കുന്നു. ദൈവം ഗുഡ് ന്യൂസിന്റെ പ്രവർത്തനത്തെ ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.